നമ്മുടെ തിരക്കേറിയ ജീവിതത്തിൽ വീടിൻ്റെ 4 ചുവരുകൾക്കുള്ളിൽ ഒരു ചെറിയ കാട് ഒളിപ്പിച്ചു വയ്ക്കാൻ ആഗ്രഹിക്കുന്നവരാണ് പലരും. പൂക്കളുടെ വർണ്ണാഭ കാഴ്ചയേക്കാൾ ഇലകളുടെ ഹരിത ഭംഗിയും അവ നൽകുന്ന സമാധാനവും മറ്റൊന്നാണ്. വീടുകൾക്ക് ജീവൻ നൽകുന്ന ഇലച്ചെടികളുടെ മാന്ത്രിക ലോകം ഒരുക്കിയിരിക്കുന്ന ഒരു കർഷകനാണ് സ്റ്റാൻലി ജോൺ. തിരുവനന്തപുരം ജില്ലയിലെ വിളപ്പിൽശാലയ്ക്ക് അടുത്ത് തിനവിള എന്ന ഗ്രാമത്തിലാണ് സ്റ്റാൻലി തൻ്റെ കൃഷിയിടം ഒരുക്കിയിരിക്കുന്നത്. പ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ സൃഷ്ടികളിലൊന്നാണ് സസ്യങ്ങൾ എന്ന അഭിപ്രായക്കാരനാണ് ഈ കർഷകൻ. പൂക്കൾ വിരിയുമ്പോൾ മാത്രം ശ്രദ്ധിക്കപ്പെടുന്ന ചെടികളിൽ നിന്നും വ്യത്യസ്തമായി നഗ്ന നേത്രങ്ങൾക്ക് വിരുന്നൊരുക്കുന്ന വൈവിധ്യമാർന്ന ഇലകൾ കൊണ്ട് സമ്പന്നമായ ഒരു ലോകമാണ് സ്റ്റാൻലിയുടെ സുബി പ്ലാന്റ്സ് എന്ന നഴ്സറി. അച്ഛനും അമ്മയും സ്ഥലം തന്നപ്പോൾ കാടും കാര്യങ്ങളൊക്കെ ആയിരുന്നു. റോഡ് പോലും ഇല്ലായിരുന്നു. അതിനെ വെട്ടി റോഡാക്കി നമ്മൾ ചെടികളെല്ലാം വെച്ച് നല്ല പൈസയായി ലോണൊക്കെ എടുത്താണ് ചെയ്തത്. ഇലച്ചെടികളുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ പെട്ര നമ്മളെ വെട്ടി കൂട്ടിനകത്ത് വയ്ക്കുമ്പോൾ അത് നല്ല രീതിയിൽ വേറെ ഒരു കളർ കൊടുക്കും. ബാംഗ്ലൂർ പോകുമ്പോൾ കളർ വ്യത്യാസം വരും. ഇവിടെ കാണുമ്പോൾ അല്ല, ചെടി വ്യത്യാസങ്ങളുണ്ട്. ഓരോ കാലാവസ്ഥയ്ക്കും ഓരോ വ്യത്യാസങ്ങളുണ്ട് ചെടിക്ക്. ബട്ടർഫ്ലൈയും വീടിനകത്ത് വയ്ക്കാം, അതും നല്ല ഭംഗിയായിരിക്കും ചെടി. എലിക്കോണിയ നമ്മളെ കയ്യിൽ 28 ഐറ്റം ഉണ്ട്, പല കളറായിട്ട്. എല്ലാ കളറും ഉണ്ട്, നല്ല ഭംഗിയാണ്. അതിൻ്റെ തൈ നമ്മൾ കൊടുക്കാനുണ്ട്, വാട്സയിലായിട്ട് എങ്ങനെയാണോ കൊടുക്കാനുള്ള തൈകളുണ്ട്. ബട്ടർഫ്ലൈ ഉണ്ട്, എല്ലാ ഐറ്റം ചെടികളുണ്ട്, ഇലച്ചെടികളായിട്ട്. കോവിഡ് കാലഘട്ടത്തിലാണ് ഇലച്ചെടികൾക്കായി ഇദ്ദേഹം കുറച്ചു സമയം മാറ്റിവെക്കുന്നത്. എന്നാൽ അത് തുടരുകയും ഏകദേശം 7 ഏക്കറോളം സ്ഥലത്തേക്ക് അത് വ്യാപിപ്പിക്കുകയും ചെയ്തു. സ്റ്റാൻലിയുടെ സുഹൃത്തും ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിച്ച വ്യക്തിയുമായ ഗിരീശൻ കാവിൻപുറവും ഈ കർഷകന് കരുത്തായി മാറിയിരിക്കുകയാണ്. ഞാൻ ഇതിലേക്ക് വരാൻ കാരണം പുള്ളിയെ ഒരു ദിവസം ഞാൻ പുള്ളിയെ വഴിച്ച് കണ്ട് സംസാരിച്ചപ്പോൾ പുള്ളി പറഞ്ഞ് വാ നമുക്ക് ഒരുമിച്ച് ചെയ്യാമെന്ന് പറഞ്ഞ് അങ്ങനെയാണ് ഞാനും സ്റ്റാൻലിയായിട്ട് ഷെയർ ചെയ്യണം. പുള്ളിയുടെ കുടുംബ ഷെയറാണ് ഈ സ്ഥലങ്ങളെല്ലാം. പുള്ളിയുടെ സ്ഥലത്തിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. പുള്ളിക്ക് കുടുംബമായിട്ട് കിട്ടിയ 2-2.5 ഏക്കർ സ്ഥലമുണ്ട്. ഇതിലാണ് ഈ മുളക് വള്ളിയും ഈ പട്ടയും എല്ലാ ചെടികളും വെച്ചിരിക്കുന്നത്. നമുക്ക് ഈ ചെടിയിൽ വെള്ളം ഒഴിക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. എന്നാലും നമ്മൾ പൈപ്പിട്ട് താഴെ ഒരു കുളം, ചെറിയ ഒരു കുളമുണ്ട്. അത് ഈ വെറിക്കാലത്തൊക്കെ വെള്ളം കിട്ടാൻ ബുദ്ധിമുട്ടാണ്. എന്നാലും ഞങ്ങൾ ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടായിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ ജോലിക്കാരും പറഞ്ഞില്ല, ഇപ്പോൾ കുറച്ച് വെള്ളം ഇല്ലാത്തതുകൊണ്ടാണ് ഈ വെറിക്ക സമയമുണ്ട്. പിന്നെ ഇതിൽ ഇടുന്നത് ചാണകം, എല്ലുപൊടി, കോഴിക്കാരെന്നൊക്കെ പറയുന്നത്. തിരുവനന്തപുരത്താണ് കോഴിക്കാരെന്ന് പറഞ്ഞത്. അവിടെ വേറെ എവിടെയെങ്കിലും അറിയില്ല. ഇതെല്ലാം മണ്ണിൽ മിക്സ് ചെയ്ത് ഇട്ട് ഇത് ചെടി നടന്നത്. ചെടികളിൽ പ്രധാനിയായ പെട്ര എന്ന ഇനമാണ് കൂടുതലായി ഇവിടെ കൃഷി ചെയ്തു വരുന്നത്. ഇലച്ചെടികളുടെ ലോകത്തെ ഏറ്റവും ആകർഷകമായ ഒന്നാണ് പെട്രകൾ. വീട്ടുമുറ്റത്തും ഗാർഡനിലുമൊക്കെ ഈ ചെടിക്ക് വലിയ സ്ഥാനമുണ്ട്. പെട്രകളുടെ ഏറ്റവും വലിയ പ്രത്യേകത അതിൻ്റെ ഇലകളുടെ ഘടനയും നിറവുമാണ്. പച്ച ഇലകളിൽ മഞ്ഞ, ഓറഞ്ച്, ചുവപ്പ് തുടങ്ങിയ നിറങ്ങൾ ഞരമ്പുകൾക്ക് സമാന്തരമായും അല്ലാതെയും വ്യാപിച്ചു കിടക്കുന്നു. ചെടികൾക്ക് ലഭിക്കുന്ന വെളിച്ചത്തിനനുസരിച്ചാണ് ഈ നിറങ്ങളുടെ മാറ്റം സംഭവിക്കുന്നത്.
വീതിയുള്ളതും അഗ്രഭാഗം അല്പം കൂർത്തതുമായ ആകൃതിയിലുള്ള ഇലകളാണ് ഇതിൻ്റേത്. അനുയോജ്യമായ സാഹചര്യങ്ങളിൽ വളരുകയാണെങ്കിൽ 3-4 അടി ഉയരം വരെ ഈ ചെടികൾ എത്താറുണ്ട്. ഇത്തരം ചെടികൾ വളർത്തുന്നത് എളുപ്പമാണെങ്കിലും ചില അടിസ്ഥാന സൗകര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇവയുടെ ആരോഗ്യത്തിനും ഭംഗിക്കും അത്യാവശ്യമാണ്. പ്രകാശപ്രേമികളായ ഇത്തരം ചെടികൾക്ക് നല്ല തെളിച്ചമുള്ള വെളിച്ചം ലഭിച്ചാൽ മാത്രമേ ഇലകളിലെ നിറങ്ങൾ തെളിയുകയുള്ളൂ. എന്നാൽ ഉച്ചസമയത്തെ കഠിനമായ വെയിൽ നേരിട്ട് പതിക്കുന്നത് ഇലകൾ കരിഞ്ഞു പോകാൻ കാരണമായേക്കാം. പ്രകൃതി തൻ്റെ ക്യാൻവാസിൽ നിറങ്ങൾ വിതറിയതുപോലെയുള്ള ഈ ചെടികൾ ഓരോ പൂന്തോട്ട പ്രേമികളുടെയും ശേഖരത്തിൽ ഉണ്ടായിരിക്കേണ്ട ഒന്നാണ്. ശരിയായ ശ്രദ്ധയും പരിചരണവും നൽകിയാൽ തലമുറകളോളം ഈ സസ്യവിസ്മയം നിലനിൽക്കും. അതിനാൽ രാവിലെയും വൈകുന്നേരവും വെയിൽ ലഭിക്കുന്ന, സൂര്യപ്രകാശം അരിച്ചു കിട്ടുന്നതുമായ സ്ഥലമാണ് ഏറ്റവും അനുയോജ്യം. മണ്ണിൽ എപ്പോഴും ഈർപ്പമുണ്ടായിരിക്കാൻ ശ്രദ്ധിക്കണം. എന്നാൽ വെള്ളം കെട്ടി നിൽക്കാൻ പാടില്ല. മണ്ണിന്റെ മുകൾ ഭാഗം ഉണങ്ങി തുടങ്ങുമ്പോൾ മാത്രം നനയ്ക്കുക. വേനൽക്കാലത്ത് ദിവസവും നനയ്ക്കാമെങ്കിലും മഴക്കാലത്ത് ഇത് കുറയ്ക്കേണ്ടതുണ്ട്. നന്നായി വെള്ളം വാർന്നു പോകുന്ന വളക്കൂറുള്ള മണ്ണാണ് പെട്രയ്ക്ക് വേണ്ടത്. ചാണകപ്പൊടി, ആട്ടിൻ കാഷ്ടം അല്ലെങ്കിൽ കമ്പോസ്റ്റ് എന്നിവയാണ് അടിവളമായി നൽകുന്നത്. വളർച്ചാ കാലഘട്ടങ്ങളിൽ ജൈവ സൂക്ഷ്മജീവകങ്ങൾ തളിച്ചു കൊടുക്കുന്നത് ഇലകളുടെ തിളക്കം വർദ്ധിപ്പിക്കുമെന്നാണ് ഈ കർഷകന്റെ അഭിപ്രായം. ഇതിൽ പെട്രോ എന്ന് പറയുന്ന ഒരു ചെടിയുണ്ട്. കളർ ഇലയാണ്. ഈ കളർ ഇല നമ്മൾ വെച്ച് പിടിപ്പിക്കുന്നതിന് ഇത് കുറച്ച് ഇതിൻ്റെ കുരുപ്പ് കട്ട് ചെയ്ത് ചെറിയ കവറിൽ വെച്ച് അതിങ്ങനെ ഒരുപാട് ഇങ്ങനെ വെച്ച് അങ്ങനെ കവറുകൊണ്ട് മൂടി അതിൽ വെള്ളമൊന്നും ഒഴിക്കില്ല. അതിലിങ്ങനെ ചൂടിൻ്റെ ആവി വന്ന് അതിൽ വേർത്ത് അതിൽ ഇറങ്ങുന്ന വെള്ളമാണ് ഇത് പൊടിക്കാനുള്ള ഇത്. അപ്പോൾ അങ്ങനെ 2 മാസം കഴിയുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ നല്ല രസമായിരിക്കും അത് കാണാനൊക്കെ. കൃഷിയിടത്തിൻ്റെ മറ്റൊരു ഭാഗത്തായി വിവിധ ഇനം അഗ്ലോണിമ ചെടികളെ സംരക്ഷിച്ചു വരുന്നു. ഇതിൽ പ്രധാനമായത് അഗ്ലോണിമ ഐസ് എന്നതാണ്. ചൈനീസ് എവർഗ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ഇവ വീടിനുള്ളിലെ വായു ശുദ്ധീകരിക്കാൻ സഹായിക്കുന്ന മികച്ച ഒരു ചെടിയാണ്. ഈ ചെടിക്ക് നേരിട്ടുള്ള സൂര്യപ്രകാശം ആവശ്യമില്ല. വീടിനുള്ളിലെ വെളിച്ചം കുറഞ്ഞ സ്ഥലങ്ങളിലും ഇവ വളരും. ഡ്രാക്കിന മാർജിനാറ്റ എന്നറിയപ്പെടുന്ന ഒരു അലങ്കാര ചെടിയാണ് ഇവിടുത്തെ മറ്റൊരാകർഷണം. മഡഗാസ്കർ ഡ്രാഗൺ ട്രീ എന്നും ഇതിനെ അറിയപ്പെടുന്നു. ഇലകൾ നീളമുള്ളതും മെലിഞ്ഞതുമാണ്. പച്ച നിറത്തിലുള്ള ഇലകളുടെ അരികുകളിൽ ആയി ചുവന്ന നിറത്തിലുള്ള വരകൾ കാണപ്പെടാറുണ്ട്. നേരിട്ടുള്ള സൂര്യപ്രകാശത്തേക്കാൾ ഭാഗികമായ പ്രകാശത്തിലാണ് ഇവയും നന്നായി വളരുന്നത്. ഇവ പല നിറഭേദങ്ങളിൽ ലഭ്യമാണ്. അവയിൽ ഇലകൾക്ക് പച്ചയും ചുവപ്പും കൂടാതെ മഞ്ഞയോ ക്രീം നിറമോ ഉള്ള വരകൾ കൂടെ ഉണ്ടാകും. മറ്റൊരു ഭാഗത്തായി സർപ്പപ്പോള എന്നറിയപ്പെടുന്ന സ്നേക്ക് പ്ലാന്റ് കൃഷി ചെയ്തു വരുന്നു. മണ്ണിൽ നിന്ന് നേരിട്ട് മുകളിലേക്ക് വളരുന്ന കട്ടിയുള്ള വാളാകൃതിയിലുള്ള ഇലകളാണ് ഇതിനുള്ളത്. ആഫ്രിക്കൻ സ്വദേശിയായ ഈ ചെടികളുടെ പരിപാലനവും തികച്ചും ലളിതമാണ്. നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലങ്ങളിലും വെളിച്ചം കുറഞ്ഞ വീടിനുള്ളിലും ഇത് വളരും. കാറ്റിലെ വിഷാംശം നീക്കം ചെയ്യാനും രാത്രികാലങ്ങളിൽ ഓക്സിജൻ പുറത്തുവിടാനും ഈ ചെടികൾക്ക് കഴിവുണ്ടെന്ന് പറയപ്പെടുന്നു. മലയാളി വീടുകളിൽ ട്രെൻഡായി മാറിയ കലാത്തിയെയും ഇവിടെ കൃഷി ചെയ്തു വരുന്നു. അമേരിക്ക ജന്മദേശമായുള്ള ഈ സസ്യങ്ങൾ ഇലകളിലെ മനോഹരമായ വരകളും വൈവിധ്യമാർന്ന നിറങ്ങളും കാരണമാണ് ഇൻഡോർ പ്ലാന്റ് പ്രേമികൾക്കിടയിൽ ഇത്രയേറെ പ്രിയപ്പെട്ടതാകുന്നത്. കലാത്തിയ മെലഡിയൻ, കലത്തിയ ലൂട്ടിയ, കലത്തിയ റോസിയോ തുടങ്ങിയ വിവിധ ഇനങ്ങളെ ഇവിടെ ഉൽപ്പാദിപ്പിച്ച് സംരക്ഷിച്ചു വരുന്നു. മാതൃസസ്യങ്ങളെ നിലനിർത്തി വേരിൽ നിന്നും തണ്ടിൽ നിന്നുമൊക്കെ പുതിയ തൈകൾ ഉൽപ്പാദിപ്പിച്ചാണ് ഇവർ തങ്ങളുടെ കൃഷി വിപുലമാക്കി വരുന്നത്. ചെറുതും വലുതുമായ നഴ്സറികളെ കൂടാതെ ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലേക്കുമൊക്കെ ഈ ചെടികളെ കയറ്റി അയച്ച് വിപണനം നടത്തി വരുന്നു.
ചെടികളിൽ മാത്രമല്ല സ്റ്റാൻലിയും ഗിരീഷും പരീക്ഷണം നടത്തി വരുന്നത്, മറിച്ച് കുറ്റിക്കുരുമുളകിൻ്റെ ഉൽപ്പാദനവും സംരക്ഷണവും നടത്തിവരുന്നു. ഏറ്റവും പ്രചാരമുള്ളതും മികച്ച വിളവ് ലഭിക്കുന്നതുമായ പന്നിയൂറാണ് വിൽപ്പനയ്ക്കായി ഇവിടെ തയ്യാറാക്കി വരുന്നത്. നട്ട് ഏകദേശം 2 വർഷത്തിനുള്ളിൽ തന്നെ വിളവ് ലഭിക്കുമെന്നതിനാൽ ഇതിന് ആവശ്യക്കാരേറെയാണ്. നല്ല വിളവ് തരുന്ന മദർ പ്ലാന്റിൽ നിന്നാണ് ചെടികൾ ഉൽപ്പാദിപ്പിക്കേണ്ടത്. മണ്ണ്, മണൽ, ചാണകപ്പൊടി എന്നിവ ഒരേ അളവിൽ കലർത്തിയാണ് പോട്ടിംഗ് മിശ്രിതം തയ്യാറാക്കുന്നത്. നഴ്സറികളിൽ നിന്നും തൈകൾ വാങ്ങുമ്പോൾ ചെറിയ തിരികൾ വന്നു തുടങ്ങിയ തൈകൾ നോക്കി വാങ്ങുന്നതാണ് പെട്ടെന്ന് വിളവ് ലഭിക്കാൻ സഹായിക്കുന്നത് എന്നാണ് ഈ കർഷകരുടെ അഭിപ്രായം. കുരുമുളക് എന്ന് പറഞ്ഞാൽ നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചെന്ന് മുറിക്കാൻ നിൽക്കുന്ന മരത്തിൽ നിന്നും അതിൽ നിന്നൊക്കെ വാങ്ങിച്ച് കട്ട് ചെയ്ത് കൊണ്ട് നമ്മൾ ബഡ് ചെയ്ത് നട്ട് കവറിൽ നട്ട് പൊടിപ്പിച്ച് അത് ഇതേപോലെ തന്നെയാണ്. ഇത് വെള്ളം ഒഴിക്കാതെ വെള്ളം ഒഴിക്കും, വെള്ളം ഒഴിക്കും, പക്ഷേ അതിൽ എയറൊന്നും കയറാതെ കവർ കൊണ്ട് മൂടിയാണ് നമ്മളത് പൊടിപ്പിക്കുന്നത്. അത് പൊടിപ്പിച്ച് കുറച്ച് ഇത്രയും പൊക്കമൊക്കെ ആകുമ്പോഴത്തേക്ക് അത് നമ്മൾ കയറ്റി വിടും. അത് തമിഴ്നാട്ടിലാണ് കൂടുതലും പോണത്. ചെറിയ കവറിൽ വളരുന്ന തൈകളേക്കാൾ വലിപ്പമുള്ള കവറിൽ വളരുന്ന തൈകൾക്ക് വേര് പടലം ശക്തമായിരിക്കും. ചെടികളും കുരുമുളകും തൈകളാക്കിയതിന് ശേഷം മുള പിടിക്കുന്നതിനായി ഒരു പ്രത്യേക സ്ഥലത്തേക്ക് മാറ്റുന്നു. പൈപ്പുകൾ വളച്ചെടുത്ത് കൂടുകൾ പോലെ നിർമ്മിച്ച് അതിന് മുകളിലായി കറുത്തതും വെളുത്തതുമായ ഷീറ്റുകൾ കൊണ്ട് മൂടുന്നു. ചെടികൾക്ക് അധികം സൂര്യപ്രകാശം കൊള്ളുന്നത് ഇതിലൂടെ തടയാൻ സാധിക്കുന്നു. ഷീറ്റിന് പുറത്ത് ലഭിക്കുന്ന വെയിലും ഷീറ്റിനകത്ത് നിന്ന് ലഭിക്കുന്ന നീരാവിയുമാണ് ഈ ചെടികൾക്ക് വളരാൻ കരുത്തു നൽകുന്നത്. പ്രത്യേകിച്ച് ഒരു ജലസേചനം ഇതിനാവശ്യമായി വരുന്നില്ല. എന്തുകൊണ്ട് ഇലച്ചെടികൾ എന്നതിന് സ്റ്റാൻലിക്ക് വ്യക്തമായ ഉത്തരമുണ്ട്. പൂച്ചെടികൾ വളർത്തുന്നതിന് പ്രശ്നങ്ങൾ പലതാണ്. മിക്കവാറും സീസണിൽ മാത്രമാണ് പൂവുകൾ ഉണ്ടാവുക. പെട്ടെന്ന് തന്നെ പൂക്കൾ നശിച്ചു പോവുകയും ചെയ്യും. പൂക്കളില്ലാത്തപ്പോൾ ചെടികൾ കാണാൻ ഒരു ഭംഗിയും ഉണ്ടാവില്ല. എന്നാൽ ഇലച്ചെടികൾ നിത്യഹരിതമാണെന്നും പറയാം. ഇവർ വർഷം മുഴുവൻ സൗന്ദര്യം നൽകുന്നതിലാണ് തങ്ങൾ ഇലച്ചെടി കൃഷിയിലേക്ക് ചുവടുറപ്പിച്ചത് എന്നാണ് ഈ കർഷകരുടെ അഭിപ്രായം. ഇലച്ചെടികളോടൊപ്പം തന്നെ മറ്റു തരത്തിലുള്ള തൈകളും ഉൽപ്പാദിപ്പിക്കുന്ന തിരക്കിലാണ് ഈ കർഷകർ. പേരയും പ്ലാവും തുടങ്ങിയ ഫലവർഗ്ഗങ്ങളെല്ലാം ചേർത്ത് വലിയൊരു നഴ്സറിയായി സുബി നഴ്സറിയെ മാറ്റണം എന്നാണ് ഇവരുടെ ആഗ്രഹം. നമ്മുടെ ഈ സ്ഥലം എന്ന് പറഞ്ഞത് നല്ലൊരു പ്രത്യേക ഗ്രാമപ്രദേശമാണ്. അതുകൊണ്ടാണ് ഈ ചെടിയൊക്കെ ഇങ്ങനെ പോകുന്നത്. വേനൽക്കാലത്തും വെള്ളം കിട്ടാൻ കുറവാണെങ്കിൽ നമുക്ക് ഈ ചെടികളൊക്കെ പോകണം. ഈ കാലാവസ്ഥ നല്ല കാലാവസ്ഥയുണ്ടായിരുന്നു. പുള്ളി കോവിഡ് സമയത്താണ് ഈ ചെടി വയ്ക്കാൻ തുടങ്ങിയത്. കോവിഡ് സമയത്ത് ലോക്ക്ഡൗൺ ആയ സമയത്താണ് വെച്ചത്. ഞാൻ അതിന് ശേഷമാണ് ജോയിൻ ചെയ്തത്. അപ്പോൾ ഇത് ചെടികൾ വയ്ക്കുന്ന കാലത്ത് നമുക്ക് വിൽക്കാനൊന്നും പറ്റില്ല. ഇത് 3 വർഷത്തോളം പിടിക്കും ഇത് വളർന്നു വരാനും അതിൻ്റെ ശരിയായി കറക്റ്റായിട്ട് പൊടിച്ചു വരാനും. അപ്പം 3 വർഷം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഈ സാധനം കയറ്റി അയക്കുന്നത്. ഞങ്ങൾ ഇപ്പോൾ ഒരു പുതിയ ഇത് വെച്ചിട്ടുണ്ട്. എല്ലാത്തരം ചെടികളും ഇവിടെ തന്നെ വിൽക്കാനും ആൾക്കാർ വന്ന് ആവശ്യാനുസരണം എടുക്കാനും എല്ലാം ഇപ്പോൾ ഉടനെ തുടങ്ങി. ഇനിയിപ്പോൾ അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കുന്നത്. ജോലിക്കാർ ഈ വെയിൽ വെറി കഴിഞ്ഞ് ഉടനെ തുടങ്ങി. അപ്പോൾ ആര് വന്നാലും ഞങ്ങൾക്ക് എല്ലാ ചെടികളും നാരങ്ങ, വാഴ കൃഷി, പിന്നെ നാരങ്ങ എന്ന് പറഞ്ഞാൽ വലിയ കമ്പനി നാരങ്ങ, അത് പിന്നെ പ്ലാവ്, മാവ്, ഒരുപാട് ഐറ്റം കൃഷി ഇതുകളുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന തൈകൾ സ്വന്തം കൃഷിയിടത്തിൽ നട്ടു പരിപാലിച്ച് വിളവെടുത്തതിന് ശേഷം മാത്രം വിൽപ്പന നടത്തുന്ന രീതിയാണ് ഇവർക്കുള്ളത്. ചെങ്കുത്തായ പ്രദേശത്തെ വെട്ടി ഒരുക്കി ഉദ്യാന കൃഷിക്ക് അനുയോജ്യമാക്കുന്നതിന് ഒരുപാട് കഷ്ടപ്പാടുകൾ നേരിടേണ്ടി വന്നിട്ടുണ്ടെന്ന് പറയുകയാണ് ഇവർ. ഞാൻ ഇദ്ദേഹത്തിൻ്റെ കൂടെ ഈ ഇതിലേക്ക് ചേർന്നപ്പം കുറച്ച് തൈകൾ മാത്രമേ ഉണ്ടാകും. കുറച്ച് തൈ എന്ന് പറഞ്ഞാൽ വലിയ കച്ചവടം ഇല്ലാത്ത ചെടികളായിരുന്നു. പിന്നെ ഞാൻ വന്ന് വാങ്ങിയപ്പോൾ സ്ഥലമുണ്ട്, ഇഷ്ടംപോലെ സ്ഥലമുണ്ട്. ആ സ്ഥലം പിന്നെ പുള്ളിക്ക് ഷെയർ കിട്ടിയാണ്, അമ്മയെ അച്ഛനെ കൊടുത്തതാണ്. കാടായിട്ട് കിടന്നതാണ്, പാറ കല്ലൊക്കെ ഉണ്ടായിരുന്നു. അതിന് ഞങ്ങൾ ക്ലീൻ ചെയ്തെടുത്ത്
പിന്നെ അതിനെ റോഡാക്കി വഴിയുണ്ടാക്കി ഇങ്ങനെ ഒരുപാട് കഷ്ടപ്പാടിൽ കൂടെ ചെയ്തതാണ്. പുള്ളി കുറച്ച് ലോണൊക്കെ എടുത്തിട്ടുണ്ട്, ലോണിലൊക്കെ ചെയ്തതാണ്. അങ്ങനെ കുറച്ച് ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടാണ് നമ്മൾ ചെയ്തത്. അവിടെ പന്നികളും പല വന്യമൃഗ ശല്യങ്ങളുണ്ട്. അതിനെയൊക്കെ നമ്മൾ തരണം ചെയ്താണ് ഇത് കൃഷി ചെയ്യുന്നത്. അതിനിടയിൽ കുറേ വാഴ ഒക്കെ പന്നികളൊക്കെ വന്ന് ഇടിച്ച് നിർത്തിയിട്ടുണ്ട്. കുറേയൊക്കെ കുറേ കുരുമുളക്, കുറേ വാഴ ഇതൊക്കെ ഇടിച്ച്. എന്നാലും നമ്മളിപ്പം ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ വലിയ പ്രശ്നമില്ലാതെ ഇരിക്കുന്നതേ ഉള്ളൂ. അങ്ങനെ ചെയ്തു പോകുന്നു. ജലക്ഷാമവും കാലാവസ്ഥാ വ്യതിയാനങ്ങളും പക്ഷിമൃഗാദികളുടെ ശല്യവുമൊക്കെ ഈ കൃഷിയെയും ബാധിക്കാറുണ്ട്. ഏതു പ്രതിസന്ധിയെയും സധൈര്യം നേരിടാൻ ഇവർക്ക് സാധിച്ചിരിക്കുന്നു. കുറഞ്ഞ സ്ഥലത്തു നിന്നും കൂടുതൽ വരുമാനം നേടാൻ ഇത്തരം കൃഷി കർഷകനെ സഹായിക്കാറുണ്ട്. ചെറുകിട ഫാമുകൾ, നഴ്സറികൾ, മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ എന്നിവ വഴിയെ ഗ്രാമീണ മേഖലയിൽ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇവർക്ക് സാധിക്കുന്നു. മണ്ണൊലിപ്പ് തടയാനും ജൈവ വൈവിധ്യം നിലനിർത്താനും ഇത്തരം കൃഷി സഹായിക്കുന്നു. കയറ്റുമതി സാധ്യത ഉപയോഗിച്ച് വിദേശ നാണ്യം നേടാനും ഇവയിലൂടെ സാധിക്കും എന്ന് തുടങ്ങി നിരവധി ഗുണങ്ങളുള്ളതിനാൽ കൂടുതൽ വരുമാനം നേടാൻ ആഗ്രഹിക്കുന്ന ആർക്കും ഒരു സംരംഭകൻ ആകാൻ സാധിക്കും എന്ന് കാട്ടിത്തരികയാണ് ഈ കർഷകർ. പിന്നെ ഇത് നല്ലൊരു സംഭവവും കൂടെയാണ്. കാര്യം ഇത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മൾ ഇത്രയൊക്കെ ചെയ്തില്ലേ, അപ്പോൾ ഇത് കുറച്ച് ലാഭകരമായ കാര്യങ്ങളാണിത്. അപ്പോൾ വീട്ടിലും ഇത് ഓരോരുത്തരുടെ വീട്ടിലും ചെയ്യാം. നമ്മളിപ്പോൾ നാട്ടിലെ ഈ ഗ്രാമപ്രദേശത്തിൽ മാത്രം ചെയ്യണമെന്നില്ല, ഇത് എല്ലാ സിറ്റിയിലും ചെയ്യാം. എത്ര തൈ വേണമെങ്കിലും ഞങ്ങൾ സമീപിച്ചാൽ ഞങ്ങൾ തരാം. നമ്മൾ വിളിച്ചാൽ മതി, നമ്പറിൽ വിളിച്ചാൽ ഞങ്ങൾ തരാം. പിന്നെ ലാഭകരവുമാണ്. നിങ്ങൾക്ക് ടെറസിൻ്റെ മുകളിൽ വയ്ക്കാൻ പറ്റുമെങ്കിൽ നല്ല ലാഭകരമായ ചെടികളെല്ലാം ഉണ്ട്. വിത്തുകളുണ്ട്, അനേകതരം വിത്തുകളുണ്ട്. പുതിയ തലമുറ കുട്ടികളോട് പറയാനുള്ളത് ഈ കൃഷി ചെയ്യണം നല്ലതാണ്. നിങ്ങൾക്ക് നിത്യവരുമാനത്തിനും എല്ലാത്തിനും നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കുറച്ച് ലാഭം ഉണ്ടാക്കാം. അപ്പോൾ മടിച്ചിരുന്ന് കഴിഞ്ഞാൽ മടിയായിട്ട് വീട്ടിലിരിക്കാനേ പറ്റുള്ളൂ. നമുക്ക് ഇത് കുറച്ച് കഷ്ടപ്പെട്ട് ഞങ്ങൾ പറഞ്ഞില്ലേ, നമ്മൾ കാട് വെട്ടി തെളിയിച്ച് ശരിയാക്കുന്നത്. അപ്പോൾ നമുക്ക് ലാഭകരമായ ഒരു ഇതിലാണ് ഇപ്പം. അതുപോലെ ഇപ്പോഴത്തെ പുതിയ കുട്ടികൾ വെറുതെ പഠിച്ച് വീട്ടിലിരിക്കുന്നേക്കാളും ഇതേപോലെയൊക്കെ കൃഷികളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നന്നായിരിക്കും. എല്ലാവരും ഇതിലേക്ക് ഇറങ്ങണം കൃഷി ചെയ്യാൻ വേണ്ടി. പച്ചക്കറി ആയാലും എന്ത് കൃഷിയായാലും നമുക്ക് നല്ല പുതിയ കുട്ടികൾക്ക് വേണ്ടിയുള്ള ഉപദേശം എനിക്ക് പറയാനുള്ള ഇതാണ്. നഴ്സറി ഉൽപാദനം ഒരു കലയും ശാസ്ത്രവുമാണ്. വിവിധ ആവശ്യങ്ങൾക്കായി ആരോഗ്യപരമായ സസ്യങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് സസ്യപ്രചരണം, പരിചരണം, മാനേജ്മെന്റ് എന്നിവയിൽ വൈദഗ്ധ്യം തെളിയിച്ചിരിക്കുന്ന കർഷകരാണ് സ്റ്റാൻലി ജോണും ഗിരീശനും. കൃഷി ദർശൻ പരിപാടിയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. വിലാസം: പ്രൊഡ്യൂസർ കൃഷി ദർശൻ, ദൂരദർശൻ കേന്ദ്രം, കുടപ്പനക്കുന്ന്, തിരുവനന്തപുരം 695043. ഫോൺ 0471 27318770. ഇമെയിൽ ddkrishitvm@gmail.com.